നമസ്കാരം. ശബരിമല സ്വർണ്ണപ്പാളി വിവാദം CBI അന്വേഷിക്കണമെന്ന വാദം ശക്തമാകുന്നു. പ്രതിപക്ഷം CBI അന്വേഷണം ആവശ്യപ്പെടും. അതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പല വെളിപ്പെടുത്തലും തിരിച്ചടിയായി മാറുകയാണ്. അന്ന് സ്വർണം പൂശാൻ താൻ 1/2 കിലോഗ്രാം സ്വർണം വാങ്ങിയിരുന്നതായി വിവാദത്തിന്റെ ആദ്യ നാളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്നു. ഇതിൽ 397 ഗ്രാം മാത്രമേ ആവശ്യമായി വന്നുള്ളൂവെന്നും ബാക്കി സ്വർണം കൊണ്ട് മാളികപ്പുറം ക്ഷേത്രത്തിൽ ഒരു മാല പണിത് നൽകിയെന്നുമാണ് പോറ്റി പറഞ്ഞത്. വിജയ് മല്യ നൽകിയ സ്വർണ്ണപ്പാളികൾ ഉള്ളപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തിനു സ്വർണം വാങ്ങിയെന്ന് വ്യക്തമല്ല. അതായത് മല്യയുടെ സ്വർണം മറ്റാരോ കൊണ്ടുപോയി. അന്ന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും വിവാദത്തിൽ വലിയ പങ്കാളിയാകാൻ സാധ്യതയുണ്ട്. അന്വേഷണം വന്നാൽ ഇവർ പ്രതികളാകും. ഇവരിൽ നിന്ന് നിർണായക വിവരങ്ങൾ കിട്ടുമെന്നും സൂചനകളുണ്ട്. കേരളത്തിന് പുറത്തും സ്വർണ്ണപ്പാളി എത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷണമാണ് കൂടുതൽ അഭികാമ്യം എന്നതാണ് വസ്തുത. അതിനിടെ മറ്റൊരു ദുരൂഹത കൂടി ചർച്ചകളിലെത്തുകയാണ്. സ്വർണ്ണപ്പാളി വിവാദം തുടങ്ങും മുൻപേ ശ്രീകോവിലിനുള്ള പുതിയ വാതിൽ നിർമ്മിച്ച ശില്പി എളവള്ളി നന്ദകുമാറിനെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഫോണിൽ വിളിച്ചിരുന്നു. വാതിലിനിടയിൽ എലിയോ മറ്റോ കടക്കാതിരിക്കാൻ ചെമ്പുപാളി വെച്ചിരുന്നോ എന്ന് തിരക്കി. എന്നാൽ ആ വിളിയിൽ അസ്വാഭാവികത തോന്നിയെന്നും 4 ദിവസത്തിനു ശേഷമാണ് സ്വർണ്ണപ്പാളി വിവാദം ഉയർന്നു വന്നതെന്നും നന്ദകുമാർ പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണം പൂശിയെത്തിച്ച ദ്വാരപാലക ശില്പത്തിന് മങ്ങലുണ്ടായിരുന്നു. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പലരോടും പറഞ്ഞിരുന്നു. 2018 ഡിസംബറിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ബംഗളൂരുവിൽ ശ്രീറാംപുരം അയ്യപ്പ ക്ഷേത്രത്തിൽ വെച്ച് ശബരിമല ശ്രീകോവിലിനുള്ള പുതിയ വാതിൽ നിർമ്മിച്ചത്. തൃശ്ശൂരിലെ ചൊവ്വൂരിൽ നിന്നാണ് മരമെടുത്തത്. ചെമ്പ് പൊതിഞ്ഞത് ഹൈദരാബാദിലും സ്വർണം പൂശിയത് ചെന്നൈയിലുമായിരുന്നു. വാതിൽ കോട്ടയം ഇളമ്പള്ളി ക്ഷേത്രത്തിൽ വെച്ച് സ്വീകരിച്ച ശേഷമാണ് ശബരിമലയിൽ എത്തിച്ചത്. ചടങ്ങിൽ നടൻ ജയറാം പങ്കെടുത്തിരുന്നതെന്ന് നന്ദകുമാർ വിശദീകരിച്ചു. 2019 ലഭിച്ചത് ചെമ്പുപാളികളാണെന്നും അതിലാണ് സ്വർണ്ണപൂശി നൽകിയതെന്നും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നുണ്ട്. ഇത് ശരിയാണെങ്കിൽ ദേവസ്വത്തിനുള്ളിലാണ് സ്വർണ്ണമോഷണം നടന്നത്. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണം പൂശിയ തകിടുകൾ രേഖകളിൽ ചെമ്പായി മാറിയതിന് പിന്നിൽ ഗൂഢാലോചനയെന്ന് ആരോപണം സർക്കാരും ഗൗരവത്തിൽ ഏറ്റെടുത്തിട്ടുണ്ട്. ക്ഷേത്രത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ മുതൽ ബോർഡ് സെക്രട്ടറി വരെയുള്ളവരുടെ റിപ്പോർട്ടുകളിലും ഉത്തരവുകളിലും ഗുരുതര വീഴ്ചകളുണ്ട്. ദ്വാരപാലക ശില്പത്തിലും മൂലകളിലും പതിച്ചിരുന്നവ ചെമ്പ് തകിടുകളാണെന്നാണ് സ്വർണ്ണം പൂശാൻ കൊണ്ടുപോകുന്നതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള 2019 ദേവസ്വം ഉത്തരവിൽ പറയുന്നത്. ചെമ്പ് തകിടുകളാണെന്ന് ആദ്യം രേഖപ്പെടുത്തിയത് ക്ഷേത്രത്തിന്റെ ചുമതലയുണ്ടായിരുന്ന സന്നിധാനത്തെ പ്രധാന ഉദ്യോഗസ്ഥനാണെന്നാണ് സൂചന. ദേവസ്വം സെക്രട്ടറിയുടെ ഉത്തരവിലും ചെമ്പ് തന്നെയാണ് പറയുന്നത്. സ്വർണം പൂശിയതാണെന്ന് അറിയാമായിരുന്നെങ്കിലും രേഖകളിൽ ആസൂത്രിതമായി ഒഴിവാക്കിയായിരുന്നുവെന്നാണ് ആരോപണം. ചെമ്പ് തകിടുകൾ ഇളക്കി മഹസർ തയ്യാറാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറണമെന്നാണ് ദേവസ്വം സെക്രട്ടറിയുടെ ഉത്തരവിൽ പറയുന്നത്. എന്നാൽ നിയമപരമായി ദേവസ്വം ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് അറ്റകുറ്റപ്പണി നടത്തേണ്ടത്. ഇത് ഉത്തരവിൽ പറഞ്ഞില്ല. തിരുവാഭരണ കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ സ്വർണം പൂശണമെന്നും ഉത്തരവിലുണ്ട്. കമ്മീഷണറുടെ ശുപാർശയിൽ ദേവസ്വം ബോർഡാണ് ഈ തീരുമാനം കൈക്കൊണ്ടത്. എന്നാൽ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സ്വർണം പൊതിയാൻ കൊണ്ടുപോകണമെന്നായിരുന്നു ബോർഡ് തീരുമാനമെന്നും ഉത്തരവിൽ ഇത് വന്നില്ലെന്നുമാണ് ബോർഡ് അധികൃതർ പറയുന്നത്. 2025 പോലീസിന്റെ അകമ്പടിയിലും ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലുമാണ് തകിടുകൾ കൊണ്ടുപോയതെന്നാണ് വിശദീകരിക്കുന്നത്. എന്നാൽ ഇനോവ കാറിലായിരുന്നു ഈ യാത്ര. ദേവസ്വം വിജിലൻസിലെ SI സംഘത്തിലുണ്ടായിരുന്നു. ദേവസ്വം വിജിലൻസുകാർക്ക് തോക്ക് പോലും ഉപയോഗിക്കാൻ അധികാരമില്ല. 1999 സന്നിധാനത്ത് നടന്ന സ്വർണ്ണ പൊതിയലിലും ഉദ്യോഗസ്ഥരുടെ മുഴുവൻ സമയം മേൽനോട്ടമുണ്ടായിരുന്നു. അതേസമയം സ്വർണ്ണം പൂശലിൽ ആസൂത്രിത ഗൂഢാലോചനയെന്നും വ്യക്തമായിട്ടുണ്ട്. ശബരിമലയിൽ നേർച്ച നടത്താൻ കാത്തു നിൽക്കുന്ന നിരവധി ശതകോടീശ്വരന്മാരുണ്ട്. ഇവരുടെ സ്പോൺസർഷിപ്പിൽ സ്വർണം പൂശും. പക്ഷേ അപ്പോഴതിലുള്ള പഴയ സ്വർണം ആരോ കൊണ്ടുപോകുന്ന സാധനങ്ങളിൽ വീണ്ടും സ്വർണം എത്തുന്നത് കൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് അതൊന്നും കാര്യമായി എടുക്കില്ല. അവർക്ക് നഷ്ടമുണ്ടാകില്ലെന്ന വാദത്തിലാണ് ഇതൊക്കെ നടക്കുക. ഇത്തരത്തിൽ സ്വർണം മോഷ്ടിക്കാൻ തന്നെയാണ് ഇത്തവണയും ദ്വാരപാലക ശില്പങ്ങൾ ഇളക്കിക്കൊണ്ടുപോയത്. എന്നാൽ ഹൈക്കോടതി ഇടപെടലിലെല്ലാം പൊളിഞ്ഞു. സ്വർണ്ണം പൂശൽ ഗൂഢാലോചനയും പുറത്തു വന്നു. ദ്വാരപാലക ശില്പങ്ങൾ സ്വർണ്ണം പൂശാനായി കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ലക്ഷ്യം സ്പോൺസർഷിപ്പിലൂടെ പണം തട്ടുക എന്നതായിരുന്നുവെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്.